ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സീരീസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സുവോളജിയുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ സീരീസിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ഫീമെയിൽസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓറൽ കോൺട്രസെപ്റ്റീവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റിനകത്ത് ഒരു വൺസ് എ വീക്ക് പില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് സഹേലി. ഓക്കെ, സഹേലിയാണ് CDRI ഡെവലപ്പ് ചെയ്ത ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ്. ഓക്കെ, അടുത്ത നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൻ ആന്റിജൻസ് present in the environment is called. ഓക്കെ, അപ്പോൾ അതിനെന്ത് പറയും? നമ്മൾ അലർജി എന്ന് പറയും. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത്, പുറത്തൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാർട്ടിക്കിൾസ് കാരണം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പം നോർമലി ഒരു ചെറിയ തുമ്മലോ ചുമയൊക്കെ ചുമച്ച് നിൽക്കേണ്ടതിൽ തുമ്മി 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 ചാവാറ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ അവസ്ഥയിലോട്ടൊക്കെ പോകുന്ന കാര്യം. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? അലർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന പ്രക്രിയ, അതിനെയാണ് ആ കണ്ടീഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? അലർജീസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത്. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിംഗ് വേർഡ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ വേർഡ് പെയർ നോക്കുക, അത് കഴിഞ്ഞ് സെക്കൻഡ് വേർഡ് പെയർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ, ഇപ്പം മെയിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ഒരു ടെസ്റ്റിസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മളൊരു പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞ് ഡിറ്റർമിൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനിൽ നിന്നായിരിക്കും മെയിൻലി ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അത് പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ മെയിൽസിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റിസ് ആണ്. അപ്പം അടുത്ത് നമ്മൾ റിലേഷൻ ചോദിച്ചിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ ഫീമെയിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻസ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓവറീസ് ആണ്. കാര്യം ഓവറീസിൽ നിന്നാണ് ഓവം എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് സെൽസ് ഉണ്ടാവുന്നത്. അടുത്തത് ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണെന്ത്? ആൻഡ്രോജൻസ്. ഓക്കെ, അപ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ലേഡിക് സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻ ആണ് എങ്കിൽ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കോർപ്പസ് ലൂട്ടിയത്തിന്റെ കാര്യം മനസ്സിലാക്കണം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ഓവേറിയൻ ഫോളിക്കിൾസ് ആണ് എന്തായിട്ട് മാറുന്നത്? കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സമയം അത് ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് ഇരുന്ന സമയത്ത് അതിൽ നിന്ന് ഈസ്ട്രോജൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് എപ്പോഴാണോ അതൊരു കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നത്, പിന്നെ മുതൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്റ്ററോൺ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കാരണമാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്രൈൻ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ അതേ തിക്നെസ്സിലും അതേ കൺസിസ്റ്റൻസിലും മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇതിന്റെ ഉത്തരം കിടപ്പുണ്ട്. പ്രൈമറി സെക്സ് ഓർഗൻ ഫീമെയിൽസ് ഏതാണ്? ഓവറിയാണ്. ഇനി അതുപോലെ കോർപ്പസ് ലൂട്ടിയത്തിൽ എന്താണ്? പ്രൊജസ്റ്ററോൺ ആണ് ഉണ്ടാക്കുന്ന ഹോർമോൺ. ഇനി ഹൗ മെനി തൈമിൻ ബേസസ് will a double stranded DNA have if it has 13 adenine bases? Okay, അപ്പം ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മളൊരു DNA എടുത്തു. അപ്പൊ DNA നമുക്കറിയാം, DNAക്കകത്ത് ന്യൂക്ലിക് ആസിഡ്സ് തമ്മിൽ പെയർ ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ നമ്മൾ കോംപ്ലിമെന്റാരിറ്റി എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ കോംപ്ലിമെന്റാരിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എല്ലാം കണ്ടുപിടിച്ചത്. നമ്മുടെ DNA ഒരു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്സ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്, അല്ലെ? അപ്പം ഇവിടുത്തെ ചോദ്യം, നമ്മുടെ അഡിനിൻ, അല്ലെ, അഡിനിൻ 30 എണ്ണം ഉണ്ടെങ്കിൽ തൈമിൻ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കറിയാം അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യത്തുള്ളൂ. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് അത്ര പെയർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് ഒരു പ്യൂരിൻ എപ്പോഴും ഒരു പിരമിഡിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ ആണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് 30 അഡിനാണുള്ളത് എങ്കിൽ തൈമിന് എത്രയായിരിക്കും? 30 എണ്ണമായിരിക്കും. കാര്യം അവര് ഈക്വൽ നമ്പറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ഉത്തരം. 30 അഡിനാണെങ്കിൽ
30 തൈമിനായിരിക്കും ഉണ്ടാവുക ഒരു DNA-ക്കകത്ത് കേട്ടോ. ഇനി അടുത്തത്, സെലക്ട് ദ ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻ വിച്ച് എ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഈസ് അഫക്റ്റഡ് ലീഡിങ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഈവൻ ത്രൂ എ സിമ്പിൾ വൂണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ അസുഖങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഈ അസുഖങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാകുന്ന അസുഖം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ അല്ലെങ്കിൽ അതിനെ നമ്മൾ റോയൽ ഡിസീസ് എന്നൊക്കെ പറയും. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കാനായിട്ട് ഒരു കാസ്കേഡ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു 12 കാസ്കേഡുകൾ നമുക്കുണ്ട്. അപ്പം ഇതിൽ ഒന്നാമത്തത് പോയി രണ്ടാമത്തേന് റിയാക്ട് ചെയ്യിക്കുന്നു, രണ്ടാമത്തേത് മൂന്നാമത്തേനെ ആക്റ്റീവ് ആക്കുന്നു, മൂന്നാമത്തത് പോയി നാലാമത്തേനെ ആക്റ്റീവ് ആക്കുന്നു. ഇങ്ങനെ ഒരു ക്ലോട്ടിംഗ് മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ ഫാക്ടേഴ്സിനെല്ലാം ഒരുമിച്ചാണ് നമ്മുടെ ക്ലോട്ടിംഗ് കാസ്കേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കാസ്കേഡിനകത്ത് ഏതെങ്കിലും ഒരു പ്രോട്ടീന് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ക്ലോട്ടിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ബോഡിയിൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ ചില ആൾക്കാരുടെ ബോഡിയിൽ ജനറ്റിക്കലി അവരുടെ ബോഡിയിൽ ഏതെങ്കിലും ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ഫോം ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ക്ലോട്ടിംഗ് കാസ്കേഡ് വർക്ക് ആവത്തില്ല. ക്ലോട്ടിംഗ് കാസ്കേഡ് വർക്ക് ആയില്ലെങ്കിൽ എന്തില്ല? ക്ലോട്ടിംഗ് ഇല്ല. സിമ്പിൾ. ഓക്കെ, അപ്പം ഈ അസുഖം ഏതാണ്? ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖമാണ്. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ ആണ് ഇവിടെയുള്ള അസുഖം. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ എന്തുകൊണ്ട് റോയൽ ഡിസീസ് എന്ന് പറയുന്നു? അത് കൂടുതലായിട്ടും നമ്മുടെ റോയൽറ്റിയിലാണ്, രാജകുടുംബങ്ങളിലാണ് മെയിൻലി. ക്യൂൻ വിക്ടോറിയയുടെ ഫാമിലിയിൽ അത് കണ്ടുവന്നത് കൊണ്ടാണ് അതിനെ റോയൽ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് 6ാമത്തെ ചോദ്യം. ഇൻ എ ഡിബേറ്റ് കണ്ടക്റ്റഡ് ഇൻ എ സ്കൂൾ. ഇപ്പോൾ ഒരു ഡിബേറ്റ്, സ്കൂളിൽ ഒരു ഡിബേറ്റ് നടത്തി. എ സ്റ്റുഡൻറ് ആർഗ്യൂഡ് ദാറ്റ് എയ്ഡ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ടച്ച് ഓർ ഫിസിക്കൽ കോണ്ടാക്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ് പറഞ്ഞു എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം സ്പർശനത്തിലൂടെയോ ഫിസിക്കൽ കോണ്ടാക്ട് വഴിയോ മറ്റൊരാളിലോട്ട് പകരും എന്ന് പറഞ്ഞു. ഓക്കെ, ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? അപ്പം നിങ്ങൾ ഈ സ്റ്റേറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ട് എങ്കിൽ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും അതിനെന്ത് ചെയ്യണം? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ കൊടുത്തതിന്റെ റീസൺ എന്താണെന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നെയിം ദ ക്ലിനിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് എയ്ഡ്സ്. എയ്ഡ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഇനി റൈറ്റ് എനി ഓൺ മെഷർ ടു പ്രിവെന്റ് എയ്ഡ്സ്. ഓക്കെ, ഇനി എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതെങ്കിലും ഒരു മെഷർ എഴുതുക. അപ്പം ഈ 3 ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ ഫസ്റ്റത്തത്, എയ്ഡ്സ് ടച്ച് വഴിയും ഫിസിക്കൽ കോണ്ടാക്ട് വഴിയും പകരുമോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അവിടുത്തെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു പകരും എന്ന് പറഞ്ഞു അല്ലെ. അപ്പം ശരിക്കും എന്താണ്? പകരുമോ? ഇല്ല, പകരില്ല. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം മെയിൻലി പകരുന്നത് ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് അല്ലെ. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡോ സീമനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പകരത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. നോ, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ. അപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, ടച്ചിലൂടെ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഏത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് വഴി എയ്ഡ്സ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. നമ്മൾ ഏതെങ്കിലും ലാബിലോ പോകുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോഴോ അവര് സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ബ്ലഡ് അവർ ചെക്ക് ചെയ്യാതെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ ആ ബ്ലഡ് വഴി എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പകരാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ബ്ലഡ് വഴി പകരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം കണ്ടാമിനേറ്റഡ് ബ്ലഡോ ബ്ലഡ് പ്രോഡക്ട്സോ കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി എന്ത് ചെയ്യാൻ പകരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബൈ ഷെയറിംഗ് ഇൻഫെക്റ്റഡ് നീഡിൽസ് സച്ച് ഇൻ കേസ് ഓഫ് ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസസ്. ഓക്കെ, അപ്പം ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? പകരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഡ്രഗ് അബ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു സെയിം നീഡിൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് പീപ്പിൾ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ ഏതെങ്കിലും ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്കും വരും. ഇനി ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹർ ചൈൽഡ് ത്രൂ പ്ലാസെന്റ. ഓക്കെ, പ്ലാസെന്റ വഴി ഒരു മദറിൽ നിന്ന് ഫീറ്റസിലോട്ട് ട്രാൻസ്ഫർ. ഇതിനെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പ്ലാസെന്റൽ ഫ്ലൂയിഡ് വഴി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യേണ്ട കഴിവുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോഴും അവിടെ ബോഡി ഫ്ലൂയിഡിന്റെ കോണ്ടാക്ട് വരെയാണ്. ഓക്കെ, അപ്പൊ ബോഡി ഫ്ലൂയിഡിന്റെ കോണ്ടാക്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എയ്ഡ്സ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ആ കുട്ടി ഡിബേറ്റിൽ വെച്ച ആ ഒരു കാര്യം എന്താണ്? തെറ്റാണ് എന്നുള്ളത് തെളിയിച്ചു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ടെസ്റ്റ്
നെയിം ദ ക്ലിനിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് എയ്ഡ്സ്. എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതാണ്? എലൈസ. ഓക്കെ, എലൈസ ടെസ്റ്റ് ആണ്. ഇനി റൈറ്റ് എനി ഓൺ മെഷർ ടു പ്രിവെന്റ് എയ്ഡ്സ്. എയ്ഡ്സ് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പം ഒന്ന് മേക്കിംഗ് ബ്ലഡ് ഫ്രം ബ്ലഡ് ബാങ്ക് സേഫ് ഫ്രം HIV. അപ്പം ആദ്യമേ ഇപ്പം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പൊ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാര് ബ്ലഡ് ബാങ്കിൽ അത് ശേഖരിച്ച് വെക്കും. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബ്ലഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ബ്ലഡ് ബാങ്കുകളിൽ എന്ത് ചെയ്യുക? സേഫ് ആയിട്ട് വെക്കുക. ഇനി ensuring the use of only disposable needles and syringes in public and private hospitals and clinics. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, നമ്മുടെ ഹോസ്പിറ്റൽസിലോ ക്ലിനിക്കുകളിലോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽസ് ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽസും അതുപോലത്തെ പ്രോഡക്റ്റുകളൊന്നും വേറൊരാൾക്ക് ഉപയോഗിക്കാതിരിക്കും. അപ്പൊ നീഡിൽസും സിറിഞ്ചസും അതാണ് മെഡിസിനൽ വയൽസും ഒന്നും ഒരാൾക്ക് ഉപയോഗിച്ചത് മറ്റേ ആൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി 3, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ് ആൻഡ് കൺട്രോളിങ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, അപ്പം ഇവിടെ മെയിൻലി ഉദ്ദേശിക്കുന്നത് അൺനോൺ പാർട്ട്നേഴ്സുമായിട്ട് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സുകളിൽ എന്താണ് ഏർപ്പെടരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കോണ്ടംസ് കുറച്ചുകൂടെ ഈസിലി അക്സസബിൾ ആക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കൺട്രോളിങ് ഡ്രഗ് അബ്യൂസ്. അപ്പം ഈ ഡ്രഗ് അബ്യൂസ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻട്രാവീനിയസ് ഡ്രഗ് അബ്യൂസേഴ്സ് ഒരു നീഡിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവർ തമ്മിൽ എന്ത് വരുന്നു? എയ്ഡ്സ് പകരുന്നു. ഓക്കെ, ഇനി അടുത്ത് അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ് ആൻഡ് പ്രൊമോട്ടിംഗ് റെഗുലർ ചെക്കപ്സ് ഫോർ HIV ഇൻ സസെപ്റ്റബിൾ പോപ്പുലേഷൻ ആർ സം സച്ച് സ്റ്റെപ്സ് ടേക്കൺ. ഓക്കെ, അപ്പം അടുത്ത് ഇനിയുള്ളത് നമുക്ക് അവർക്ക് അവയർനെസ് കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇപ്പം പല കണ്ടീഷൻസ് രോഗങ്ങളും ഒക്കെ പകരുന്നത് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല അല്ലെ. അപ്പം അതിനുവേണ്ടിയുള്ള അവയർനെസ് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പോപ്പുലേഷനകത്ത് എയ്ഡ്സ് കൂടി വരുന്നതായിട്ട് സർവേയിലോ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാം? PCR വെച്ചോ എലൈസ വെച്ചോ ഒക്കെ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കറിയാം എയ്ഡ്സിന്റെ കാര്യം എന്താണ്? ഈ HIV വൈറസ് നമ്മുടെ ബോഡിയിലകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. ചിലപ്പം 10 വർഷം എടുക്കും. അപ്പം അത്രയും വലിയൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അത്രയും നമ്മുടെ ബോഡിയിൽ അത് കയറി നശിപ്പിച്ച് നമ്മുടെ ബോഡിയിലുള്ള T സെൽസിനെയൊക്കെ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയാണ് എൻ്റെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സെൽസ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം നഷ്ടപ്പെടുന്നതിന് കാരണം ബാക്കിയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കും. ഒരു ജലദോഷം വന്നാൽ പോലും എന്താണ് അത് മരണ കാരണമായിട്ട് മാറും. ഇതാണ് കൂടുതലായിട്ടും എയ്ഡ്സിന് സംഭവിക്കുക അല്ലെ. അപ്പം ഇതിനാദ്യമേ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡിന് മുന്നേ തന്നെ നമ്മൾ എയ്ഡ്സ് ആണ് എന്ന് സ്ഥിരീകരിച്ചാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഫൈനൽ സ്റ്റേജുകളിലാണ് എയ്ഡ്സ് കൂടുതലായിട്ടും അറിയുന്നത്. കാരണം അതൊരു സൈലന്റ് കില്ലറാണ്, മനസ്സിലായില്ല. അത്രയും കാലഘട്ടം അതങ്ങനെ നമ്മുടെ ബോഡിയിൽ ഡോർമെന്റ് ആയിട്ടിരിക്കും. അതായത് പുറത്ത് അധികം സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ഒരു ലോങ് ഇൻക്യുബേഷൻ പീരീഡ് ആണ് എയ്ഡ്സിനുള്ളത്. അപ്പം നേരത്തെ കൂട്ടി ഇത് അവയർനെസ് കൊടുക്കുകയും ഈ പോപ്പുലേഷനിൽ ചെക്കപ്പുകൾ റെഗുലർ ആയിട്ട് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എയ്ഡ്സിനെ അവോയ്ഡ് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സുകളിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് എടുത്തിട്ടുണ്ട്? ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തത് കേർഡിങ് ഓഫ് മിൽക്ക്. കേർഡിങ് ഓഫ് മിൽക്ക് നമുക്കറിയാം ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് കേർഡിങ് ഓഫ് മിൽക്കിന് വേണ്ടി സഹായിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. ഇനി അടുത്തത് ബാസില്ലസ് തുറിഞ്ചെൻസിസ്, BT. അപ്പം ഇത് എന്താണ്? ബയോ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ബയോ കൺട്രോളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ BT കോട്ടണും BT ബ്രിഞ്ചാളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇന്നേറ്റ് ആയിട്ട് എന്തുണ്ടാവും? നമ്മൾ അവർക്ക് BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കഴിവ് ആ പ്ലാന്റിന് കൊടുക്കുന്നു. അപ്പൊ ഈ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? അതിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ബട്ടർഫ്ലൈസിന്റെ ഒക്കെ ലാർവയെ മാത്രം തെരഞ്ഞു പിടിച്ച് അത് നശിപ്പിക്കുന്നു. അത് എല്ലാത്തിനും ബാധകമല്ല. ഇനി ഇത് കഴിക്കുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമുക്കും അത് ദോഷം വരുത്തുന്നില്ല. പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള പെസ്റ്റുകളെ നശിപ്പിക്കേണ്ട ജീൻസ് അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബയോ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്തത് ആസ്പെർജില്ലസ് നൈഗർ. ഓക്കെ,
ആസ്പെർജില്ലസ് നൈഗർ ഉണ്ട്. ആസ്പെർജില്ലസ് നൈഗർ എന്താണ്? സിട്രിക് ആസിഡ് ആണ്. ആസ്പെർജില്ലസ് നൈഗർ സിട്രിക് ആസിഡ് ആണ്. ഇനി പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്ടറിക് ആസിഡ്. ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്, കർഡിങ് ഓഫ് മിൽക്ക്. അടുത്ത് ബാസിലസ് തുറിഞ്ചെനിസിസ് എന്താണ്? ബയോ കൺട്രോളിന് വേണ്ടിയിട്ട്. ആസ്പെർജില്ലസ് നൈഗർ എന്നാണെന്ന് സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്രിക് ആസിഡ് എന്തിലെന്നാണ്? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കത്തിലെന്നാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഓപ്പറോൺസിന്റെ കാര്യം എപ്പോഴും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എസ്പെഷ്യലി ലാക്ക് ഓപ്പറോൺസിന്റെ കാര്യം ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക? എസ്പെഷ്യലി നിങ്ങൾ ഓപ്പറോൺസിന്റെ കാര്യം പഠിക്കുക. ഓക്കെ, അപ്പൊ ഒരു ഓപ്പറോൺ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഒരു മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ ജീൻസും റെഗുലേറ്ററി ജീൻസും അടങ്ങിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ലാക്ക് ഓപ്പറോണിനെ കുറിച്ച്. അപ്പം ലാക്ക് ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ അറിയാം, ലാക്ടോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസ് ആണ്. റെഗുലേറ്ററി ജീൻസിനെയും സ്ട്രക്ചറൽ ജീൻസിനെയും ഒക്കെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ലാക്ക് ഓപ്പറോൺ എന്ന് പറയും. ഓക്കെ, ഇനി ഏതൊരു ഓപ്പറോൺ ആണെങ്കിലും അതിന്റെ ഇൻഡ്യൂസർ അല്ലെങ്കിൽ ആ ഓപ്പറോണിനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന ആള് എപ്പോഴും അതിന്റെ സബ്സ്ട്രേറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ലാക്ക് ഓപ്പറോണിന്റെ കേസിലാണെങ്കിൽ ലാക്ടോസ് തന്നെ ആയിരിക്കും അതിന്റെ ഇൻഡ്യൂസർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഇപ്പൊ ലാക്ടോസ് ഇല്ലാതെ ലാക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഒക്കെ ഉള്ള എൻസൈമുകൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ലാക്ടോസ് ഉള്ളപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട എൻസൈം വേണം. അപ്പം ലാക്ക് ഓപ്പറോൺ പ്രവർത്തിച്ചാൽ മതി. അല്ലാത്ത പക്ഷം എന്ത് പ്രവർത്തിക്കേണ്ട? ലാക്ക് ഓപ്പറോൺ പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ് അതിന്റെ രീതി. അപ്പൊ എപ്പോഴും ഒരു ഓപ്പറോണിന്റെ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സബ്സ്ട്രേറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം നോക്കാം. ആദ്യം സാർ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, നെയിം ദ ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ ഏതാണെന്നാണ് ചോദ്യം. ഇൻഡ്യൂസർ ഏതാണ്? ലാക്ക് ഓപ്പറോണിന്റെ ലാക്ടോസ് തന്നെയാണ് അല്ലെ. ഇനി വാട്ട് ഡു ദ ലെറ്റേഴ്സ് O and P ഇൻ ലാക്ക് സ്റ്റാൻഡ്സ് ഫോർ? അപ്പൊ ലാക്ക് ഓപ്പറോണിനകത്ത് ഓയും പിയും എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓ ഇതാണ്, ഇവിടെ ഇരിക്കുന്നതാണ് എന്ത്? പി. ഓക്കെ, അപ്പൊ ഓയും പിയും. ഇപ്പൊ ഓ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റർ ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോട്ടർ ആണ്. ഓക്കെ, അപ്പം ഈ പ്രൊമോട്ടറിൽ എൻസൈം വന്ന് ബൈൻഡ് ചെയ്യണം. നോർമലി പ്രൊമോട്ടറിനകത്ത് എൻസൈം വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രക്ചറൽ ജീന്റെ പുറത്തൂടെ മൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ കാണുന്ന ബീറ്റ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസ് അസറ്റൈലേസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പോ എന്റെ ശരീരത്തിൽ ലാക്ടോസ് ഇല്ല എങ്കിൽ പിന്നെ ഇതിന്റെ പുറത്തൂടെ എൻസൈം മൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇതിന്റെ തൊട്ട് മുന്നേ, അതായത് നമ്മുടെ പ്രൊമോട്ടർ കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. ഈ ഓപ്പറേറ്ററിനകത്ത് എന്ത് ചെയ്യും? ഒരു റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഈ റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ആർക്ക് വന്നിരിക്കാൻ പറ്റൂല? എൻസൈമിന് വന്ന് ഇരിക്കാനോ ഇതിന്റെ പുറത്തൂടെ മൂവ് ചെയ്യാനോ ഓപ്പറോണിനെ ആക്ടിവേറ്റ് ചെയ്യാനോ പറ്റൂല. അതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഓപ്പറോൺ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സൈറ്റ് ആണെന്ത്? ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇൻഡ്യൂസർ ഏതാണ്? ലാക്ടോസ് ആണ് എന്ത് പറയുന്നത്? ഇവിടുത്തെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. ലാക്ടോസ് ആണ് എന്ത്? ഇവിടുത്തെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി O എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റർ. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോട്ടർ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡ്രയോപിത്തക്കസ് അത് കഴിഞ്ഞ് ഡാഷ് ഇട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയോപിത്തക്കസ് ഇവിടെ കൊടുത്തിട്ടില്ല. BN CO ഉണ്ട്. നിയാൻഡർതാൽമാൻ, ഹോമോ എന്താണ്? ഹോമോസാപ്പിയൻ ആണ് ഇവിടെ വരേണ്ടത്. അതും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഡ്രയോപിത്തക്കസ് കഴിഞ്ഞ് റാമോപിത്തക്കസ് കഴിഞ്ഞ് B എന്താ വരുന്നത്? ഹോമോ ഹെബിലിസ്. CO ഹോമോ ഇറക്ടസ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് D എന്ത് വരും? ഹോമോ സാപ്പിയൻസ് വരും. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ എവല്യൂഷനകത്തുള്ള സ്റ്റെപ്പുകൾ ഇതുപോലെ തന്നെ ഡാഷുകൾ ഇട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിട്ടേ എക്സാമിന് പോവാം. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ നോക്കിക്കോ.
given below is a table showing codons of various amino acids. ഓക്കെ, അപ്പം ഒരുപാട് അമിനോ ആസിഡുകളുടെ പലതരത്തിലുള്ള കോഡോണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഡോൺ, ഇതെല്ലാം കോഡോണുകളാണ് അല്ലേ? അപ്പൊ എന്താണ് ഒരു കോഡോൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഒരു 3 ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി വന്നിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള സ്റ്റോപ്പ് കോഡോണുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അടുത്തത് ഇനിഷ്യൽ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് മെയിൻലി 3 സ്റ്റോപ്പ് കോഡോണുകളാണുള്ളത്: UAA, UAG, UGA. ഇനി അതുപോലെ ഒരു ഇനിഷ്യേറ്റർ കോഡാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് കോഡാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AUG എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AUG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോഡോണുകളുടെ കാര്യം മറന്നു പോകരുത്. ഈ കോഡോണുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഫസ്റ്റത്തെ സ്റ്റാർട്ട് കോഡോൺ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്, കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണ് എന്നുകൂടെ പഠിച്ചിരിക്കുക. അപ്പൊ മെത്തിയോണിനാണ് നമ്മുടെ സ്റ്റാർട്ട് കോഡോൺ ആയിട്ടുള്ള AUG എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് കോഡോണിൽ മാത്രമേ ട്രാൻസ്ലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. സ്റ്റോപ്പ് കോഡോണിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് സാർ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പുതിയ പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.